തുളസിക്കുഞ്ഞേ, തുളസിക്കുഞ്ഞേ. എന്താ മാളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മാളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിവെക്കുന്നു. പള്ളിക്കുടത്തിൽ ചെന്ന് ഒന്നാം സാറിനെ കണ്ടെന്നും കേട്ടു. ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കില്ല. ഇനി അടിപൊളി ഉണ്ടാവുമെന്നാ എന്റെ പേടി. ഇനി ഉണ്ടാവണമെന്നാ എന്റെ ആശ. അതെന്താ അടിപെണ്ണേ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഓടിഞ്ഞത് തന്നെ. ആ, നിന്റെ കല്യാണം അടിപെണ്ണേ? ഉടനെ വേണമെന്നാ എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളല് കഴിയട്ടെ എന്ന്. ആ സ്ത്രീ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ മാനദണ്ഡം വെച്ച് ഒരു അധ്യാപകൻ ജീവിക്കണമെന്നുണ്ടോ? ഇല്ല, നല്ല അഭിപ്രായങ്ങൾ മാനിക്കണ്ടേ? എനിക്കും അഭിപ്രായമില്ലേ സർ. ആ അഭിപ്രായ പ്രകാരം ജീവിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമില്ലേ? ഈ സ്വാതന്ത്ര്യം തെറ്റിലേക്ക് നീങ്ങുന്നു. ശരിയും തെറ്റും വേർതിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ചിലപ്പോൾ നാം കാണുന്ന തെറ്റ് ശരിയും ശരി തെറ്റുമായിരിക്കും. വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറില്ല. ഗോപി, ഒരു അധ്യാപകന്റെ നിലയിൽ നിന്നും നിങ്ങൾ വഴുതി പോകുന്നു. അധ്യാപകനെ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായി കണക്കാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സർ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആ ഹോട്ടലിലെ തീനും കുടിയും നിങ്ങൾ ഉപേക്ഷിക്കും. മറ്റൊരു സ്ഥലം എനിക്ക് വേണ്ടി സാറിന് ചൂണ്ടിക്കാണിക്കാം. സാറേ, എന്റെ വീട്ടിൽ നല്ല സൗകര്യമാണ്. സാർ അങ്ങോട്ട് വാ. മുറിയുണ്ട്, കട്ടിലുണ്ട്, പായുണ്ട്, എല്ലാം കൊണ്ടും സംഗതി ജോർ. എന്നാൽ ഇന്ന് ഞാൻ കൂടെ വരാം. മഴ പെയ്യണത് കണ്ടില്ലേ? താഴെ വീഴും. അയ്യോ, പറഞ്ഞാലും കേക്കത്തില്ല. ശാപങ്ങൾ. ഒന്ന് നിക്കണടാ അവിടെ. ഇങ്ങോട്ട് വരി. ആരാണ്ടൊക്കെ വരുന്നു. മക്കളെല്ലാരും ശബ്ദം ഉണ്ടാക്കാതെ ഒന്ന് മാറിയെന്ന്. സാറേ, ഇതാ എന്റെ അമ്മ. നമസ്തേ. മക്കൾ ഇവിടെ വന്നു. ഞാൻ സാറിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. വാ സാർ. സാർ അങ്ങോട്ട് ഇരുന്നു. എടീ നളിനികുമാരി, ഇരിക്കു സാറേ. നളിനകുമാരി, നീ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാറ്. നിങ്ങൾ എന്തിനാ ഈ ദാരിദ്ര്യം കാണാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നേ? ദാരിദ്ര്യമോ? ആണുങ്ങളുടെ മുമ്പ് വെച്ചാണോടെ അനാവശ്യം പറയുന്നത്? വാ സാറേ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എനിക്ക് ഇട്ടുള്ള വയ്ക്കോ? വേണ്ട സാറേ, ഞാൻ സാറിനെ സ്കൂളിൽ കൊണ്ടിയാക്കാം. സാറേ, ഞാൻ സാറന്മാരോട് 5 or 10 രൂപ കടം വാങ്ങിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം സാർ എന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്നും കിട്ടുള്ള വാങ്ങിച്ച കാശ് തിരിച്ചു തരണ്ട. സാറേ, ഞാനൊരു കാര്യം പറയാം. എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഞാനൊരു മോഷണം നടത്തി സാറേ. സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് 8 പേരെങ്ങനെ ജീവിക്കും സാറേ? സാർ എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. എന്തോ നാടോ ഇത് ഒച്ചഴയുന്ന പോലെ പോകുന്നു. ഒന്ന് വേഗം പോടോ, അക്കരെ പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. അത്ര അത്യാവശ്യമാണെങ്കിലേ നീന്തി പോയാൽ മതി. വള്ളം വേഗത്തിലേ പോകും. ചുമ്മാ ഇരിക്കണ മാതിരിയല്ല, തുഴയുമ്പോ അറിയാൻ പ്രയാസം. ചേടാ, നമ്മൾ പറഞ്ഞിട്ട് ഒരു വിലയില്ലല്ലോ ദാമുണ്ണ. ദാമുണ്ണ, ഇതുപോലെ രേലസ് എനിക്കും കിട്ടണം. എന്നിട്ട് വേണം ഇവനെയൊക്കെ കീച്ചാൻ. പല ആ കറി വിളമ്പണ്ട. മോളെവിടെ? ഉറക്കമായി. ഇതുവരെ സാറിനെ കാത്തിരുന്നു. ഞാനല്പം താമസിച്ചു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? സന്ധ്യ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ പട്ടിണി കിടക്കണം? ബാലന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. രാത്രി ഞാനിവിടെ വരുന്നത് കൊണ്ട് തുളസിക്ക് വല്ല അസൗകര്യമുണ്ട്?
ഇല്ല സർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പക്ഷേ ആ ദാമോദരനും കൂട്ടരും അവസരം കാത്തു നടക്കുകയാണ്. സാരമില്ലെന്നേ, മഴ കാണുമ്പോ കുട നിവർക്കണമെന്നല്ലേ? ടീച്ചറെ, എനിക്കൊരു 10 രൂപ വേണമല്ലോ. എന്താ കിട്ടുപിള്ളേ, ഈ മാസത്തെ തന്നെ എത്രാമത്തെ പ്രാവശ്യമാണ്? എത്ര കിട്ടിയാലും കിട്ടുപിള്ളേക്ക് തികയില്ലേ? എന്ത് ചെയ്യാനാ ടീച്ചറെ? തന്തയും തള്ളയും ഭാര്യയും മക്കളെ എല്ലാരെയും പോറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്നോണ്ടല്ലേ. ടീച്ചർക്കറിയാലോ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന്. ഉള്ളവർക്കല്ലേ തരാൻ തോന്നുന്നു. ടീച്ചറെ, ഈ മാല എത്ര പവനാ? ഇത് 5 പവൻ, ഇത് 15 പവൻ. ഓ, ഇത്രയൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കിട്ടുപിള്ള രക്ഷപ്പെട്ടു പോയത്. ആഹാ, ബിന്ദു ഉറക്കമായിരുന്നു. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലേന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കുകയായിരുന്നു. മോളെ ബിന്ദു. വേണ്ട, ഉണർത്തണ്ട. എന്താ, ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാർ പറയുന്നത് സാറ് കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിലല്ല. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാൽ ചോറ് വിളമ്പൂ, എനിക്ക് വിശക്കുന്നു. ദേവനുണ്ടാ? ഇല്ല. തീപ്പെട്ടിയുണ്ടാ? ഇല്ല. അടുപ്പിൽ തീ കാണുമായിരിക്കും. ഇല്ല. ചേടാ, ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ, ഉണ്ടോന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ട. എന്നാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാതെ പെണ്ണേ, എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. എടി എടി, ദാമുന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമുള്ളതല്ല, കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടം തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിന് വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കാൾ വലിയ കത്തി കണ്ടവനാ ദാമു. ഇറങ്ങണ പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ പേടിച്ചല്ല.
ദേവാ, നമുക്ക് വീണ്ടും കാണാം. ഇന്ന് അവരെ പിടിച്ച് അവന്റെ പെടലിക്ക് 2 വീക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. ശബ്ദം ഉണ്ടാക്കിയാ വരൂല. മോനെ, കട്ടയും കല്ലും കമ്പും ഒക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും എടാ മഹാപാവി, നീ എത്ര കോഴിയാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ വാടാ വാ. വരട്ടെ വരട്ടെ. എത്തട്ടെ എത്തട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ. കോഴിയെ പിടിക്കണോ? പിടിക്കട്ടെ പിടിക്കട്ടെ. കൊണ്ടുപോണോ? കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ. അച്ഛാ പോയി. നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ ഇരുന്നേ? അത് ശരിയാണല്ലോ. എന്നാലും നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചല്ലോടാ മോനെ. എന്തോന്നാ? കോഴി സ്വയം ഇറങ്ങി പോകുന്ന അല്ലെന്ന്. എടാ നാണം കെട്ടവൻ പോലെ കൊണ്ടി നക്കി തിന്നടാ എരപ്പാളികളെ. എനിക്ക് പോയില്ലടാ കീച്ചട്ട. ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ആരും സഹായത്തിനില്ലാത്തൊരു അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിനെ കരുതിയാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു. ഒരു സാവിത്രി, കൂടുതൽ വാചകം അടിക്കണ്ട. എവിടെന്നോ വന്ന വാദ്യാർക്കാകാം, ഞങ്ങൾക്ക് പാടില്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാറ്. അങ്ങനെ വളരെ നല്ലവനാ. നല്ലവൻ ഞങ്ങൾക്കറിയാവടി. വെറുതെ സംസാരിച്ചൊന്നും സമയം കളയണ്ട. നിനക്ക് എത്ര രൂപ വേണ്ടെങ്കിൽ എടുത്തോ. ദയവ് ചെയ്ത് എന്നെ ഒരു സഹോദരി പോലെ കരുതു ദാമോട്ട. ഇവിടുന്ന് ഇറങ്ങി പോകൂ. നാട്ടിലുള്ളവരെല്ലാം സഹോദരി കരുതാനും കൂടി. നീ അകത്തോട്ട് വരുന്നോ? അവനെ തൂക്കിയെടുത്തോണ്ട് പോണം. തൂക്കിയെടുത്തോണ്ട് പോരാമോ ചുമ്മാ കാണാമണ വർത്താനം. ഈ മീനും വാങ്ങിച്ചു വെച്ചോണ്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കുകയാണെന്നോ. എന്തിനാ ഇത്രയും മീന്? മീൻ കണ്ടപ്പോ വാങ്ങണമെന്ന് തോന്നി, വാങ്ങിച്ചു. എന്നാ നിനക്ക് ഇഷ്ടമാണെങ്കിൽ കറിവെച്ചിത്തിരി എനിക്കെന്താ? എങ്ങനെയാ കൊണ്ടു തരിക? അച്ഛനുണ്ട്. അതിനൊരു വഴിയുണ്ട്. നിന്റെ അച്ഛൻ ഉറങ്ങിയിട്ട് ഞാൻ രാത്രി വരാം. സൂക്ഷിച്ചു വരണേ. അച്ഛൻ കണ്ടാ കൊന്നാലേ. വരണേ. മാളു, നന്നായിരിക്കുന്നു. ഒളിച്ചും പതുങ്ങിയാണേലും നീ വെച്ചു വിളമ്പി തരുന്നത് തിന്നാൻ നല്ല രുചിയാണ്. അച്ഛൻ ഉറങ്ങിയോ? നല്ല ഉറക്കം. ആകാശം ഇടിഞ്ഞു വീണാ പോലും എണിക്കില്ല. എന്നും ഇങ്ങനെ കഴിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മുത്തിയുടെ തുള്ളലിന് ഇനി എത്ര ദിവസം കഴിയണം? അതിനു മുമ്പ് കല്യാണം കഴിച്ചാലെന്താ? നമ്മളല്ലേ കല്യാണം കഴിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. വയസ്സാം കാലത്ത് അങ്ങേർക്കറിയാമോ നമ്മുടെ വിഷമത? വേഗം കൊണ്ടിട്ട് എഴുന്നേറ്റേ. ഇതാ കൈ കഴുകാൻ വെള്ളം. ആരാത്? ഞാനാണ് സാർ, തുളസി.
എന്താ തുളസി ഈ രാത്രി? സാർ, ബിന്ദുവിന് പനി വളരെ കൂടുതലാണ്. എന്റെ മോള് പിച്ചമ്മയും പറയുന്നു. എനിക്കാരുമില്ല. എന്റെ മോള് ഞാൻ കാണുമ്പോ അത്ര കൂടുതലല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കൂടിയതാ സാർ. എന്റെ മോള് കരിവാളിച്ച് കിടക്കുക. സാർ ഒന്ന് സഹായിക്കണം. ശരി, നമുക്കൊണ്ട് ആസ്പത്രിയിൽ എത്തിക്കാം. സാറ് വന്നില്ലേ? ഞാനിവിടെ ഉണ്ട് മോളെ. സാറ് പോകരുത്. ഇല്ല മോളെ,